രത്തൻ ഖേൽക്കർ IASന്റെ നിയമനത്തിൽ രാഹുലിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് BJP ദേശീയ നേതൃത്വം. കോൺഗ്രസിനും രാഹുലിനും ഇരട്ടത്താപ്പെന്ന് അമിത് മാളവിയ. ബംഗാളിൽ സമാന വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച രാഹുൽ കേരളത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് എക്സ് പോസ്റ്റിൽ വിമർശനം. ആദർശ് TS ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ആദർശ്, ഈ അമിത് മാളവിയയുടെ പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഗൗതം, അമിത് മാളവിയെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് സമീപനമാണ്. കാരണം പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ അവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുവാനുള്ള തീരുമാനം സുവേന്ദു അധികാരി സർക്കാർ കൈക്കൊണ്ടപ്പോൾ അതിനെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ സമാനമായ നിയമനം കേരളത്തിൽ കോൺഗ്രസ് നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായതിന് പിന്നാലെ നടത്തി. ഈ നിയമനത്തോട് രാഹുൽ പുലർത്തുന്ന സമീപനം, രാഹുലിന് മൗനമാണ്. സ്വന്തം പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുമ്പോൾ BJPയെ അതുമല്ലെങ്കിൽ BJP സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായ രാഹുൽ മൗനം പുലർത്തുന്നു എന്നാണ് അമിത് മാളവിയ എക്സ് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ പല വിഷയങ്ങളിലും സ്വീകരിക്കുന്ന സമീപനം അത് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊക്കെ രാഹുൽ സ്വീകരിക്കുന്ന നിലപാട്, രാഹുൽ നടത്തുന്ന വിമർശനങ്ങൾ അതൊക്കെ ഇത്തരത്തിലുള്ളതാണ് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. BJP ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് രാഹുൽ സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കുറിച്ചുള്ള പരാതിയൊന്നും രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരാത്ത സാഹചര്യമുണ്ടായിരുന്നു. BJP തെരഞ്ഞെടുപ്പിൽ വിജയം നേടുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നു എന്ന തരത്തിലുള്ള ആരോപണം ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പലപ്പോഴും ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്ന ഒരു വിശ്വാസ്യതയില്ലാത്ത നേതാവാണ് രാഹുൽ എന്ന് തന്നെയാണ് BJP നേതാക്കൾ പലപ്പോഴും പറയുന്നത്. അതിന് ബലം പകരുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ അമിത് മാളവിയ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാഹുലിൻ്റെ ഈ ഇരട്ടത്താപ്പ് സമീപനം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അത് കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും സമാനമായ നിയമനങ്ങളിൽ രാഹുൽ സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, രാഹുൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട് തന്നെയാണ് അമിത് മാളവിയ ഇത്തരത്തിൽ ഈ രാഹുൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് സമീപനം തുറന്നുകാട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഗൗതം, ഓക്കെ ആദർശ് TS ആണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡാൽമുരി വിറ്റ വഴിയോര കച്ചവടക്കാരന് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്.